ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈദിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് നല്ല പുഡിങ്ങിൻ്റെ റെസിപ്പീസാണ് കാണിക്കാൻ പോകുന്നത്. ഈ പുഡിങ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ടേക്ക് ഒരു പാക്കറ്റ് പാല് പൊളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 500 ml പാലാണ്. ഇതിന്ന് ഒരു 1/4 കപ്പ് പാല് ഞാൻ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാലിലോട്ടേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ 1/4 കപ്പ് പാല് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ, അതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കസ്റ്റേർഡ് പൗഡർ മിക്സും കൂടി നമ്മുടെ പാനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവെക്കാതെ ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു സെമി പുഡിംഗ് കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതൊന്ന് കുറുകി വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ കളയുന്ന ബ്രെഡ് 4 പീസായിട്ട്, ഒരു ബ്രെഡ് 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 സ്ലൈസ് ബ്രെഡും അരിയൊക്കെ കളഞ്ഞ് 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കടായിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒത്തിരി ചൂടായിട്ടൊന്നുമില്ല, ഒരു മീഡിയം ഹീറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് കുറച്ച് പീസ് ഈ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട്, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബ്രൗൺ പോർഷന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ പീസസും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ സ്ലൈസസ് ഉണ്ടല്ലോ, അതും കൂടി ഈ പുഡിങ്ങിലോട്ടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബേസായിട്ട് ഈ ബ്രെഡിൻ്റെ ഇത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇതിങ്ങനെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുഡിങ് അല്ലേ, അപ്പോൾ തണുത്തിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും ക്വാണ്ടിറ്റി പാലല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. ഇനി നമുക്ക് അടുത്ത പുഡിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം മിൽക്കും കൂടി ചേർത്തിട്ട് നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലോട്ടേക്ക് ആ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോറിന്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഈ പാലിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈവെക്കാതെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ പാല് കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്തോടെ കുറുകി വരും. ആ ഒന്ന് കുറുകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 2 സിട്രസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സിട്രസിൻ്റെ പിഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് ഒന്ന് എടുക്കാം, ഈ ഓറഞ്ചിൻ്റെ. ഇനി 2 ഓറഞ്ചിൻ്റെതും ജ്യൂസ് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിഴിഞ്ഞെടുത്ത ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊരു പാനിലോട്ടേക്ക് അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട്
കുരുവൊന്നുമില്ലാതെ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓറഞ്ച് ജ്യൂസ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ, കോൺഫ്ലോറിൻ്റെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിക്കാകുന്ന വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓറഞ്ചിൻ്റെ എസൻസ് 1 ടീസ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പുഡിങ്ങിൻ്റെ ഡിഷ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള മിൽക്കിൻ്റെ പുഡിങ്ങിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ ലെയർ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഗ്ലാസ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 3 ഗ്ലാസ്സിലും ഈ ഓറഞ്ചിൻ്റെ ലെയറും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുഹല്ലബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അപ്പം വളരെ സിമ്പിൾ അല്ലേ നമ്മൾ ഈ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.